ഹായ്, ഇന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് സെൻഡാക്കി തന്നു, ഒരു റീല് സെൻഡാക്കി തന്നു. നോക്കുന്ന സമയത്ത് ഒരു ലയ അജേഷ് എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡാണ്, വീഡിയോ ആണ്. ഭയങ്കര കരഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പറയുന്നത്. സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ആ പെൺകുട്ടി എന്തോരം ഡിപ്രസ്ഡ് ആണ്, എങ്ങനെയൊക്കെ ആ പെൺകുട്ടി തരണം ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഇതിൽ ആരോപിക്കപ്പെട്ട യദു എന്ന് പറയുന്ന തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്ത് താമസിക്കുന്നവൻ വളരെ മോശമായിട്ടാണ് അതിൽ കമൻറ്റ് ചെയ്തത്. വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടീൻ്റെ അക്കൗണ്ട് പോയിട്ട് അങ്ങനെ ഇടാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം അമ്മേനെ പെങ്ങളുടെ ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. പക്ഷെ ഇതിനെക്കാട്ടി വലിയൊരു ദ്രോഹം ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രധാന ജഡ്ജിമാരായിട്ടിരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് എൻ്റെ കേസറ്റ്, അതായത് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ വ്യക്തികളുമായിട്ട് ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു. ഈ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരുടെ ഒരു പ്രഹസനം, കാരണം സോഷ്യൽ മീഡിയ ജഡ്ജായിട്ട് കുത്തിയിരിക്കുന്ന ഇവർക്ക് തന്നെ ഇവരെ കാര്യത്തിൽ ഡബിൾ ഡാഡി സിൻഡ്രോം. നിങ്ങളതും കൂടി മനസ്സിലാക്കണം. കാരണം ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ വോയിസ് റെക്കോർഡും മെസ്സേജുകളും നിങ്ങൾ കണ്ടു നോക്കി. കുറച്ച് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ മതി. കുറച്ചാണ് ബോട്ടുകാരെ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. ഇത് മോളെ അവൻ പറഞ്ഞ സോറി എന്താ പോസ്റ്റ് ചെയ്യാത്ത, അത് പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞല്ലോ, ഈ വിഷയം തീർന്നല്ലോ. പിന്നെന്താ അറിയോ, ഇത് അവൻ സോറിയും പറഞ്ഞു, അവൻ്റെ സൈഡും കഴിഞ്ഞു. ഇനി ഇത് പോലീസ് കേസോ കാര്യങ്ങളോ ആയതായതുകൊണ്ട് അവൻ വന്ന് സോറി പറയുമ്പോൾ തന്നെ അവനത് അഡ്മിറ്റ് ചെയ്തു, തെറ്റാണ് അവൻ ചെയ്തതെന്നുള്ള അഡ്മിറ്റും ചെയ്തു. പോലീസുകാർക്ക് ഒന്നുകൂടി എളുപ്പമായി. അവരിനി ഈസി ആയിട്ട് അവനെ ട്രാക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ അവർ അന്വേഷിച്ചോളും. അത് പോസ്റ്റ് ചെയ്യാതിരുന്നാലാണ് അത് കോംപ്ലിക്കേഷൻ വരിക. ഈ ചെക്കൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? സൈബറിൽ കേസ് കൊടുത്ത സമയത്ത് ഇവൻ്റെ ഈ പ്രൊഫൈലും ലിങ്കും വോയിസും ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റിന്റെ മെസ്സേജാണ്, കേട്ടില്ലേ? ഇനി അവൻ പറയുന്നത് എന്താ, ഇതൊരു ബോട്ട് ഫോളോവേഴ്സ് ആണ്, അവൻ മാപ്പ് പറഞ്ഞില്ല, തീർന്നില്ല. ഇതുപോലെ എത്ര പേര് സീക്രട്ട് ഏജന്റ് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് നീ അവനെ വെറുതെ വിട്ടിട്ടുണ്ടോ? എൻ്റെ വിഷയത്തിൽ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് സത്യം തെളിയിച്ചിട്ടും ഞാൻ എൻ്റെ അടുത്ത് വ്യക്തമായ പ്രൂഫോട് കൂടി വന്നിട്ടും നീ ഖാദർ കരിപ്പൊടിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. നീയൊക്കെ ഓൺലൈൻ ജഡ്ജിമാരായിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പള എന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരു ഉപകാരം ഈ കേരളത്തിനോ നാട്ടുകാർക്കോ ഇല്ല. വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി കുത്തിയിരുന്ന് ഫോണിൽ കൂടെ മെസ്സേജും വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കേരളത്തിൽ മൊത്താകണ്ട് കത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എൻ്റെ കേസറ്റ് അബ്ദുൽ ഹക്കീം, പൊന്നാനിക്കാരൻ. ക്യൂൻസ്വേയിൽ ഒരു പെൺകുട്ടിയുടെ ബാക്കിലും മുന്നിലും പിടിച്ചിട്ട് പ്രതിയായി ചേർക്കപ്പെട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നൊരു വ്യക്തി. അവൻ പറയുന്നത് കേട്ടോ, ഇത് ബോട്ട് ഫോളോവേഴ്സ് ആണ്, ബോട്ട് കമൻസ് ആണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയല്ലേ ഈയും ചെയ്യുന്നത്. ബോട്ട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കാണുന്ന കമൻറ്റ് വെച്ചിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഈ അടുത്തിപ്പോൾ ഒരു കുന്നംകുളം ഭാഗത്തുള്ള ഒരു ചെക്കൻ ക്യാൻസർ രോഗിയുടെ ഒരു പാവം പയ്യനെ പറ്റി വളരെ മോശമായിട്ട് വീഡിയോ ചെയ്തു ഇല്ലേ, ചെയ്തില്ലേ? എന്നിട്ട് അവസാനം ഒരു മാപ്പ് പറയാനുള്ള ഒരു മാന്യത പോലും ഈ കാണിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ലയ അജേഷ് എന്ന് പറയുന്ന ആ പെൺകുട്ടി കാരണം സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എത്രത്തോളം ആ പെൺകുട്ടിയുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാതെ വേട്ടക്കാരെ കൂടെ കൂടുന്ന ഈ എൻ്റെ കേസറ്റും സീക്രട്ട് ഏജന്റും പോലുള്ള മാന്യന്മാരുടെ പൊഴുമ്പം നമുക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട്? ആ പെൺകുട്ടി ഒന്ന് കറുത്തു പോയതിൻ്റെ പേരിൽ, ഒന്ന് തടിച്ചു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സാമ്പത്തികം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കുടുംബ മഹിമയുടെ പേര് കുറച്ച് കുറഞ്ഞു പോയതിൽ, ഇപ്പോഴും ഒരു നാസിസം സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ നാട്ടിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖാദർ കരിപ്പൊടിയുടെ ആളുകൾ വന്ന് കമൻ്റ് ഇടുമ്പോൾ ഖാദർ കരിപ്പൊടി വെളുത്തവനാണ്, നീ കറുത്തത്. എന്താണ് വെളുത്തവനും കറുത്തവനും ഇരുന്നറുള്ളവനും നീ ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കുന്നത്? ഇത് കേരളമാണ്, കാസർഗോഡല്ല. ഇത് കേരളമാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് ഏതൊരു സംസ്ഥാനത്തേക്കാളും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നത് കേരളമാണ്. ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ കേസറ്റ് ആയാലും അബ്ദുൽ ഹക്കീം ആയാലും ഇനിയിപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയാലും സംതിങ് ആരാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാം, ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. ജഡ്ജിയുടെ വേഷവും കെട്ടി മണിയും അടിച്ച് നടന്നാൽ പോലെ നാട്ടുകാരെ മോചിപ്പിക്കാൻ. ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു സംസാരമെങ്കിലും സംസാരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ.
ഒരു മെന്റാലിറ്റി. സോറി പറഞ്ഞാൽ തീരുമെങ്കിൽ എന്തുപോലെ ആൾക്കാർ നിങ്ങളോടൊക്കെ സോറി പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഇല്ല. നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ മെസ്സേജ്, വോയിസ് റെക്കോർഡൊക്കെ ഒന്ന് കാണണം. സത്യം പറഞ്ഞാലുള്ള ഞാൻ എൻ്റെ മുന്നിലൊക്കെ ആണെങ്കിലും നമുക്കിന് ബാക്കി ഉണ്ടാവില്ല. ആ പെൺകുട്ടി എത്രത്തോളം, കാരണം വീട്ടിലെ കഷ്ടപ്പാട് കാരണം കൊണ്ട് ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തു, എറണാകുളത്തൊരു ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്തോരം വേദന സഹിക്കുന്നുണ്ടാവും, ആ പെൺകുട്ടിയുടെ ജോലിനെ ബാധിക്കുന്നു. ഇതൊന്നും എൻ്റെ കേസറ്റിൻ്റെ ആയാലും സീക്രട്ട് ഏജൻ്റ് ആയാലും കാതൽ കരിപ്പൊടിയുടെ ആയാലും കണ്ണിൽ തെളിയൂല. കാരണം അതൊന്നും ഫേമസ് അല്ലല്ലോ. കാരണം അതിൽ നിന്നൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു തോന്നലാടോ. നിങ്ങൾ ഇവരെയാണോ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നാടിന് വേണ്ടി ശബ്ദിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോക്കറ്റിലും അതേപോലെ മടിക്കുത്തിലും വെച്ച് കൊണ്ടടക്കുന്നു? ഇവരെ കൊണ്ടൊക്കെ ശരിക്കും ആർക്കാണ്? എന്താണ് ഗുണം? നിങ്ങൾ തന്നെ കമൻറ്റ്. എന്താണ് ഗുണം?